ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചായക്കടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിച്ച് കഴിക്കാറില്ലേ, അതേ ടേസ്റ്റുള്ള ഒരു പഴംപൊരി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പുതുതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ഓൾ എന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ട പൊട്ടിച്ചിട്ട് ഒന്ന് ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ മുട്ട യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതിലേക്ക് ഏലക്കായും കുറച്ച് പഞ്ചസാരയും കൂടി പൊടിച്ച പൗഡറാണ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന പഴംപൊരിയുടെ അളവിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഒരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഫുഡ് കളർ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അതിന് ശേഷം നമ്മൾ മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മൈദപ്പൊടി ഞാനൊരു 3/4 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിനനുസരിച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പുട്ടുപൊടി ഉണ്ടല്ലോ, പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പുട്ടുപൊടി അല്ലെങ്കിൽ റവ എടുക്കാം. അപ്പോൾ പത്തിരിപ്പൊടിയൊക്കെ ആണെങ്കിൽ ആ ഒരു നല്ലൊരു ക്രിസ്പിനെസ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ പുട്ടുപൊടി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, നോക്കിയിട്ട് പിന്നീട് ഒഴിച്ചു കൊടുത്താൽ മതി. നല്ലൊരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. പഴംപൊരി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ അതിൻ്റെ മിക്സിംഗ് ആണ് കറക്റ്റ് ആവേണ്ടത്. അതുകൊണ്ട് പാത്രം ഒന്ന് ഇതുപോലെ ചെരിച്ച് പിടിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു തിക്നെസ്സാണ് വേണ്ടത്. ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പക്കാരാണ്, ബേക്കിംഗ് സോഡ. അതൊരു പിഞ്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ചായക്കടന്നൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആൾക്കാർ ഇത് ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. നല്ല തിക്കായിട്ട് ഇരിക്കണം. ലൂസായി കഴിഞ്ഞാൽ പെർഫെക്റ്റായിട്ട് പഴംപൊരി കിട്ടില്ല. ഇനി നമുക്ക് ഈ ബാറ്റർ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 1 മണിക്കൂർ പറ്റില്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഇത് നമുക്ക് 1 മണിക്കൂറിന് ശേഷമുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ചിലപ്പം ഇതൊരു റെഡ് കളറായിട്ടുണ്ടാകും. കാരണം ബേക്കിംഗ് സോഡയും കളറിന് വേണ്ടിയിട്ട് മഞ്ഞളും ചേർത്തുകൊണ്ടാണ്. ഒന്നും പേടിക്കാനൊന്നുമില്ല. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ പഴം ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു നേന്ത്രപ്പഴം ഞാൻ നടുക്കെ മുറിച്ചിട്ട് അതൊരു 4 പീസായിട്ട്, അങ്ങനെ ഒരു പഴം 8 പീസായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ആ ഒരു സമയം കൊണ്ട് ഞാൻ എണ്ണ നല്ല ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചൂടാൻ വയ്ക്കാം. ഇനി ഇതുപോലെ ഓരോ കഷ്ണങ്ങൾ പഴം എടുത്തിട്ട് ഇതുപോലെ മാവിൽ മുക്കിയിട്ട് നല്ല ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് പിന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ തന്നെ നമുക്ക് അടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല ചൂടായ എണ്ണയിലേക്ക് മാത്രം ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ മാവൊക്കെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ചൂടായ എണ്ണയിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ബ്രൗൺ കളർ ആകുന്നവരെ നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ദോശമാവ് വെച്ചിട്ട് ഞാൻ മുന്നേ ഒരു റെസിപ്പി, പഴംപൊരിയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ദോശ ബാറ്റർ വെച്ചിട്ടും ചില സ്ഥലങ്ങളിൽ ഇതുപോലെ കോഴിമുട്ട വെച്ചിട്ടാണ് പഴംപൊരി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ 2 രീതിയിൽ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. ടേസ്റ്റിലൊന്നും യാതൊരു വ്യത്യാസവും ഇല്ല. പക്ഷേ ചില നാടുകളിൽ, ചില സ്ഥലങ്ങളിൽ ഇതുപോലെ 2 രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്നും വറുത്ത് കോരാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഉണ്ടാക്കിയെടുക്കാം. പഴംപൊരി എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും പഴംപൊരി ഉണ്ടാക്കാൻ അറിയുന്നതാണ്. പക്ഷേ ഈ ഒരു മെത്തേഡിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കാരണം അത്രയ്ക്ക് സോഫ്റ്റാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള പഴംപൊരി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മിക്സിങ്ങൊക്കെ കറക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടുള്ള പഴംപൊരിയാണ്. കൂടാതെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. കാരണം നമ്മൾ പുട്ടുപൊടി ചേർത്തുകൊണ്ടാണ് നമ്മൾ പഴംപൊരി നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.